ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചില്ലി പൊട്ടറ്റോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഞാൻ അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മാവിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കി നോക്കുന്ന ടൈമിൽ 2 എണ്ണം എടുത്ത് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ അതിനെയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി ലൂസായി പോകരുത്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 സ്പൂൺ കൊണ്ട് ഇതിനെ ഓരോ സ്പൂണായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേറെ വലിയ ഷേപ്പൊന്നും വേണ്ട. അപ്പോൾ സ്പൂണിൽ നിന്ന് നന്നായിട്ട് ഇളകി വരുന്നില്ലെങ്കിൽ സ്പൂണൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്ത ശേഷം വേണം വീണ്ടും എടുത്തിടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് നന്നായിട്ട് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മുഴുവൻ മാവിനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു റെഡ് കളറിൽ നമുക്ക് മുഴുവനെയും ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ആ എണ്ണയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ആ പാത്രത്തിൽ വെച്ചേക്കുക. ഇനി അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചതച്ചിടുന്നതിനേക്കാളും അരിഞ്ഞിടുന്നതായിരിക്കും കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ്. അപ്പോൾ അതിന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ഞാനിത് ഇവിടെ 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നന്നായിട്ട് ടൊമാറ്റോ സോസ് എല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 1/2 സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ഞാനിവിടെ പച്ചവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മതി. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ആ കോൺഫ്ലോർ എടുത്ത പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഈ കറി ഒന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമ്മളിതൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു.
അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുറുകി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ആ ഒരു ഫ്ലെയിമിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. ഓൾറെഡി വെന്തതാണ്, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അപ്പോൾ അതേ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സാധാരണയായിട്ട് നമ്മൾ പൊട്ടറ്റോ കൊണ്ട് ബോണ്ടയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ ഗോബി മഞ്ചൂരിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.